നമസ്കാരം. നമ്മൾ ഇന്നിവിടെ മാംഗോ ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: നന്നായി പഴുത്ത മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്തത് 3 കപ്പ്. ഒട്ടും തന്നെ നാരുണ്ടാകരുത്, നല്ല ദശയുള്ള മാങ്ങ തന്നെ ആയിരിക്കണം. പഞ്ചസാര 1 കപ്പ്. ജലാറ്റിൻ പൗഡർ 2 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം. ജലാറ്റിൻ പൗഡർ കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയാണിത്. മാംഗോ എസൻസ് 1 ടീസ്പൂൺ. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആദ്യമായി ജലാറ്റിൻ നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് മാംഗോ പൾപ്പിനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഓണാക്കി നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കുവാൻ. പാനിൻ്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇങ്ങനെ പാനിൻ്റെ വശങ്ങളിൽ നിന്നും നന്നായി ഇളകി വരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമാക്കി കുതിർക്കാൻ വെച്ചിരിക്കുന്ന ജലാറ്റിൻ പൗഡറിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളത്തോടു കൂടി വേണം ചേർക്കാൻ. ആ വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ, വേറെ വെള്ളം ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനിയും ഇത് നന്നായിട്ടൊന്ന് കുറുകണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പാനിൻ്റെ വശങ്ങളിൽ നിന്നും വിട്ടുവരുന്ന പരുവമാകുമ്പോൾ അതിലേക്ക് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ മാംഗോ എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുവെന്നേ ഉള്ളൂ. എസൻസ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യുക. നമ്മുടെ ഈ മാംഗോ കൂട്ട് ജെല്ലി ഉണ്ടാക്കാൻ പരുവമായിട്ടുണ്ട്. മാംഗോ കൂട്ടിനെ ചൂടോടെ തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിൽ നിറച്ച ശേഷം മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണത്. ഇവിടെ 2-3 ഷേപ്പിലുള്ള മോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്. മോൾഡിൽ നിറച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ആറാൻ വേണ്ടി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്ക് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ജെല്ലി സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ മോൾഡിൽ നിന്നും വേർപെടുത്തിയെടുക്കാം. പല ഷേപ്പിലുള്ള മോൾഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പല ഷേപ്പിലുള്ള ജെല്ലി കിട്ടും. ഇത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും ജെല്ലി വാങ്ങേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. വീട്ടിലിത് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒന്നാണിത്. ഞാനിവിടെ സിലിക്കൺ മോൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഇളകി വരാൻ വളരെ ഈസിയാണ്. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3 മാസം വരെ കേടാകാതെ ഇരിക്കും. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ജെല്ലിയുടെ മുകളിൽ പഞ്ചസാര വിതറി ഉപയോഗിക്കാവുന്നതാണ്.